ഗ്രാൻഡ് മാസ്റ്റർ അലറി വിളിച്ചുകൊണ്ട് അവനെ പിന്തുടർന്നു. അവർക്ക് പിന്നിൽ ആ ഭീമൻ പല്ലി കൂടുതൽ സൈനികരെ ചവിട്ടി മെരിച്ചുകൊണ്ട് അലറുന്നുണ്ടായിരുന്നു. പുറത്തെത്തിയ ലിയോ ഓട്ടം തുടർന്നു. എപ്പോഴും എന്തിനാണ് ഞാൻ എപ്പോഴും ജീവൻ കൊണ്ട് ഓടാനാണോ എന്റെ വിധി? ഗ്രാൻഡ് മാസ്റ്റർ മുരണ്ടുകൊണ്ട് അവന്റെ അടുത്തെത്തി മുട്ടയ്ക്ക് നേരെ കൈ നീട്ടി. ഏയ് നിൽക്കൂ, നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. ഞാൻ ഇത് പങ്കുവെക്കാം, പകുതി പകുതി. ഓക്കെ? നിനക്ക് അതിനുള്ള ധൈര്യമോ? അതിന് താഴാ, അല്ലെങ്കിൽ നിന്റെ ശവത്തിൽ നിന്ന് ഞാനത് എടുക്കും. ഭയം കൊണ്ട് ലിയോ ആ മുട്ടയെടുത്ത് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അത് ഗ്രാൻഡ് മാസ്റ്ററുടെ തലയിൽ ഇടിച്ചു പൊട്ടി. ഒരു പച്ച ദ്രാവകം അവന്റെ മുഖത്ത് കൂടി ഒലിച്ചിറങ്ങി. ഗ്രാൻഡ് മാസ്റ്റർ ഞെട്ടിത്തരിച്ചു നിന്നു. പൊട്ടിയ മുട്ടയുടെ ഗന്ധം പിടിച്ചെടുത്ത ആ ഭീമൻ പല്ലി മുൻപത്തേക്കാൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് നേരെ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. അവിടെ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ലിയോ നിന്നില്ല. രണ്ടാമത്തെ മുട്ടയും കൈക്കലാക്കി അവൻ കഴിയുന്നത്ര വേഗത്തിൽ ഓടി. അവന്റെ പിന്നിൽ ആ പല്ലി ഗ്രാൻഡ് മാസ്റ്ററെ ആക്രമിക്കുമ്പോൾ എല്ലുകൾ നുറുങ്ങുന്നതിന്റെയും അലർച്ചകളുടെയും ശബ്ദം അവൻ കേട്ടു. മണിക്കൂറുകൾക്ക് ശേഷം കാട്ടിൽ ഒരു ചെറിയ ഒളിത്താവളം ലിയോ കണ്ടെത്തി. അവനൊരു തീ കൂട്ടി ആ മുട്ടയിലേക്ക് ഉറ്റുനോക്കി. നിങ്ങൾ എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് നമുക്ക് നോക്കാം. അവൻ അത് കളിമണ്ണിൽ പൊതിഞ്ഞ് തീജ്വാലകളിൽ ചുട്ടെടുത്തു. എന്നിട്ട് പൊട്ടിച്ചു. അതിന്റെ ഉൾഭാഗം നേർത്തൊരു പ്രകാശത്തോടെ തിളങ്ങുന്നുണ്ടായിരുന്നു. ജീവൻ ഉള്ളതുപോലെ. അവൻ ഒരു കഷ്ണം കഴിച്ചു. ഇത് കൊള്ളാലോ, നല്ല രുചി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കഴിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഭക്ഷണം. ചീനു തലചെരിച്ച് അവനെ നോക്കി. അത് കൊള്ളാം, പക്ഷെ നിനക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. ലിയോ തന്റെ ബ്രേസ്ലെറ്റിൽ നോക്കി ഒരു ബട്ടൺ അമർത്തി. ഒരു സ്ക്രീൻ മിന്നിത്തെളിഞ്ഞു. അവന്റെ ലൈഫ് പോയിന്റ്സിൽ ഒരു ചെറിയ വർധനവ് മാത്രം. ഇത്രയേ ഉള്ളൂ. പുതിയ കവചം ഇല്ലേ, ഷേപ്പ് ഷിഫ്റ്റിംഗ് ഇല്ലേ, വെറും ലൈഫ് പോയിന്റ്സ്, അതും ഇത്തിരി മാത്രം. അതൊരു റിസ്ക് ആണ്, ഞാൻ പറഞ്ഞതല്ലേ. സാരമില്ല. ഒടുവിൽ അവൻ റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തി. അവൻ ആരുടെയും കണ്ണിൽ പെടാതെ നടന്നു. ഗ്രാൻഡ് മാസ്റ്ററുടെ സൈന്യവും തിരിച്ചെത്തിയിരുന്നു. പക്ഷേ 8 പേർ മാത്രം. എല്ലാവരും മുറിവേറ്റ് അവശരായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവരെല്ലാം നിശബ്ദത പാലിച്ചു. താമര ലിയോയുടെ മുറിക്ക് പുറത്ത് അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ലിയോ, നീ എവിടായിരുന്നു? എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയതാ, ഒരു ചെറിയ യാത്ര. വിഭാഷയ്ക്ക് നിന്നെ കാണണം. കൊള്ളാം. ഇനിയിപ്പോ അവളുടെ പ്രഭാഷണം കൂടി കേൾക്കണോ ഞാൻ? അതിന്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. വിഭാഷ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവളുടെ യൂണിഫോമിൽ. അവളുടെ മുഖത്ത് ചിരി ഉണ്ടായിരുന്നില്ല. നീ എവിടെയായിരുന്നു? ഒളിച്ചിരിക്കായിരുന്നോ? ഒരു ചെറിയ പോരാട്ടത്തെ ഭയമാണോ നിനക്ക്? ലിയോ മറുപടി പറഞ്ഞില്ല. അവൾ ഒരു നീല ഷർട്ട് അവന്റെ നേർക്കെറിഞ്ഞു. അവളുടെ സൈന്യത്തിന്റെ യൂണിഫോം. ഇതെടുത്തിട്. നീ നിന്നെ തന്നെ തെളിയിക്കാൻ പോകുന്നു. എന്റെ 50 അടികൾ അതിജീവിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഞാൻ നിന്നെ എന്റെ സൈന്യത്തിലെടുക്കും. പിന്നെ റെയ്ഡൻ സിറ്റിയിലെ ആരും നിന്നെ തൊടാൻ ധൈര്യപ്പെടില്ല. 50 തവണ നിന്നോടോ? നീ വർഷങ്ങളായി പരിശീലിക്കുന്നവളാ. ഞാൻ കാട്ടിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോഴേ പേടിച്ചോ? ശരി, എന്നാ പിന്നെ നീ പോയി ഒളിച്ചിരുന്നോ? അതാ നല്ലത്. വിഭാഷ പറഞ്ഞതും പെട്ടെന്ന് ചീനു അവന്റെ കാതിൽ മന്ത്രിച്ചു. വിട്ടുതരം കാണിക്കരുത് ലിയോ. നീ അവളുടെ സൈന്യത്തിലുണ്ടെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ നിന്നെ തൊടാൻ കഴിയില്ല. ഇത് ചെയ്യ്. ലിയോ മുഷ്ടി ചുരുട്ടി തലയാട്ടി. ആ പോരാട്ടം അതിക്രൂരമായിരുന്നു. വിഭാഷ ഒട്ടും മയം കാണിച്ചില്ല. അവളുടെ ഓരോ ഇടിയും വേഗതയേറിയതും മൂർച്ചയേറിയതും കൃത്യതയുള്ളതുമായിരുന്നു. 25ാമത്തെ അടി ആയപ്പോഴേക്കും ലിയോയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. എപ്പോഴും എന്റെ മുഖത്ത് തന്നെ അടിക്കണമെന്നുണ്ടോ? അവൾ മറുപടി പറഞ്ഞില്ല. അവൾ അടിച്ചുകൊണ്ടേയിരുന്നു. ലിയോയ്ക്ക് തടുക്കാൻ കഴിയുന്നതൊക്കെ അവൻ തടുത്തു. ചില അടികളൊക്കെ അവൻ കൊണ്ടു. അവന്റെ യഥാർത്ഥ കഴിവ് അവൾ സംശയിക്കാതിരിക്കെ. ഒടുവിൽ അവളുടെ അവസാനത്തെ തൊഴിയിൽ അവൻ നിലത്തു വീണു. അവൾ അവനെ ഒരു വിചിത്രമായ ഭാവത്തോടെ നോക്കി. അവൾക്ക് വിശദീകരിക്കാനാവാത്ത എന്തോ ഒന്ന് കണ്ടതുപോലെ. ആ കണ്ണുകൾ. അവൻ അറിയാം എങ്ങനെ പോരാടണമെന്ന്. പക്ഷെ അവനത് മറച്ചു വെക്കുക എന്തിന്? അവൾ ആശയക്കുഴപ്പത്തോടെ അവിടെ നിന്നും നടന്നുപോയി. അന്ന് രാത്രി ലിയോ മുറിവുകൾ തടവിക്കൊണ്ട് തനിച്ചിരുന്നു. അവൻ താമരയുടെ വാക്കുകൾ ഓർത്തു. വിഭാഷ ചെയ്തതിന്റെ പേരാണ് അഘോര വർമ്മകല. എതിരിൽ നിൽക്കുന്ന ശത്രുവിനെ ചലിക്കാൻ പോലും അനുവദിക്കാതെ തളർത്തുന്ന വിദ്യ അത്. ചെറുപ്പം മുതലേ വിഭാഷ ആ വിദ്യ അഭ്യസിക്കുന്നുണ്ട്. ഈ റൈഡൻ നഗരത്തിലെ അഘോര വർമ്മകല നന്നായി പ്രയോഗിക്കാൻ അറിയുന്ന ഒരേ ഒരാള് എന്റെ ലീഡറാണ്. ഞാൻ കൂടുതൽ ശക്തനായില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. എനിക്ക് അവളുടെ ടെക്നിക്ക് വേണം. എനിക്ക് അഘോര വർമ്മം പഠിക്കണം. അവനൊരു തീരുമാനമെടുത്തു. അവൻ അലോറ ട്രെയിനിംഗ് സെന്ററിലേക്ക് യാത്രയായി. യോദ്ധാക്കളുടെയും വേട്ടക്കാരുടെയും പ്രതിമകൾ നിറഞ്ഞ ഒരു വലിയ പരിശീലന കേന്ദ്രം. അഗ്നിജീവൻ എന്ന വൃദ്ധനായ ഗുരു അവനെ ഗേറ്റിൽ വെച്ച് കണ്ടു. നീ റെയ്ഡനിൽ നിന്നാണോ? നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എനിക്ക് അഘോര വർമ്മം പഠിക്കണം. അതൊരു വടിയെടുത്ത് പഠിപ്പിക്കുന്നത് പോലെ എളുപ്പമല്ല. അത് ശരീരത്തെ ശക്തമാക്കുന്നതിന് മുൻപ് മനസ്സിനെ തകർക്കും. എനിക്ക് അതൊന്നും പ്രശ്നമല്ല. എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അഗ്നിജീവൻ തലയാട്ടി. 10,000 സെൽ പോയിന്റുകൾ. അത് നൽകിയാൽ നിനക്ക് തുടങ്ങാം. പെട്ടെന്ന് ചീനു അവന്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു. അത് നിന്റെ ആകെയുള്ള സമ്പാദ്യമല്ലയോ? നിനക്ക് ഉറപ്പാണോ? ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും മരിക്കും. അങ്ങനെ അവൻ പരിശീലനം തുടങ്ങി. ആ പരിശീലനം അതിക്രൂരമായിരുന്നു. രാവും പകലും നൂതനമായ അടവുകൾ പഠിച്ചു. മർമ്മസ്ഥാനങ്ങൾ ലക്ഷ്യം വെക്കാൻ പഠിച്ചു. ശത്രുക്കളെ നിരായുധരാക്കാനും മൃഗങ്ങളെ തളർത്താനും പഠിച്ചു. അലോറയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുഴയിലെ രാക്ഷസനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പഴയ ലിയോ ആയിരുന്നില്ല അവൻ. അവൻ നിശബ്ദനായി റൈഡനിലേക്ക് മടങ്ങി. തന്റെ മുറിയിൽ അവൻ പഠിച്ച കാര്യങ്ങൾ പരിശീലിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വീരൻ ഈ ലിയോ ആണെന്ന് അധികം വൈകാതെ തന്നെ നീ പറയും വിഭാഷ. അടുത്ത പ്രഭാതത്തിൽ ലിയോ വീണ്ടും നഗരം വിട്ടു. അവൻ വേട്ടയാടാനായി കാട്ടിലേക്ക് പ്രവേശിച്ചു. ഇത്തവണ അവൻ രാക്ഷസന്മാരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നില്ല. അവൻ അവരെ തേടി നടക്കുകയായിരുന്നു. കാടിന്റെ ആഴങ്ങളിൽ അവൻ ആ ശബ്ദം കേട്ടു. മരങ്ങളെ വിറപ്പിക്കുന്ന ഒരു വിചിത്രമായ തൊണ്ടയിടറിയ മുരൾച്ച. ലിയോ, ആ ശബ്ദം ഒരു അപകടമാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ലത്. ഇതിന് എന്ത് വില കിട്ടുമെന്ന് നോക്കാതെ. അവൻ ആ ശബ്ദത്തിന് നേരെ നടന്നു. അവൻ തന്റെ കയ്യിലിരുന്ന വാളിന്റെ പിടിയിൽ മുറുക്കി പിടിച്ചു. അവിടെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ നേരിടാൻ തയ്യാറാണ്. എന്താണ് ലിയോയെ കാത്തിരിക്കുന്ന ആ അപകടം? അതിനെ അതിജീവിക്കാൻ അവന് കഴിയുമോ? ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ പിരിമുറുക്കവും സസ്പെൻസുകൾ നിറഞ്ഞ സഞ്ചാരവും ആസ്വദിക്കാൻ തുടർന്നും കേൾക്കൂ പോക്കറ്റ് എഫ്എമ്മിന്റെ ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ആയ ലിയോ AD 2500. ഡൗൺലോഡ് ദ ആപ്പ് നൗ.
ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.